നമസ്കാരം. 2047 വികസിത് ഭാരത് എന്ന സ്വപ്നത്തിലേക്കുള്ള അടിത്തറയാണ് നാളെ, അതായത് ചൊവ്വാഴ്ച അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉറപ്പ് നടപ്പിലാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ലോകത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്നും മോദി പറഞ്ഞു. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാജ്യം മുഴുവൻ സഭയിലേക്കാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സർഗാത്മകരമായ സമ്മേളനമായിരിക്കണം. ജനങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് ഒന്നിച്ചു നീങ്ങണം. വിദ്വേഷം മാറ്റിവെച്ച് പ്രതിപക്ഷം സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. 60 വർഷത്തിനു ശേഷമാണ് ഒരു സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നത്. മൂന്നാം തവണയും ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമൃത്കാലത്തെ സുപ്രധാന ബഡ്ജറ്റാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. 2024 റോഡ് മാപ്പ് കൂടിയാണ് ഈ ബഡ്ജറ്റ്. വികസിത ഭാരതം എന്ന നമ്മുടെ സ്വപ്നത്തിന് ശക്തമായ അടിത്തറയായി ഈ ബഡ്ജറ്റ് മാറുമെന്നതിൽ സംശയമില്ല. രാജ്യത്തിന്റെ വികസനത്തിന് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക സർവേ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ ഓഗസ്റ്റ് 12 വരെയാണ് പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയുടെ നേർചിത്രമായ സാമ്പത്തിക സർവേ ഇന്ന് സമർപ്പിച്ച ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പൂർണ്ണ ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇടക്കാല ബഡ്ജറ്റും ഓട്ടോൺ അക്കൗണ്ടുമാണ് നേരത്തെ പാസാക്കിയിരിക്കുന്നത്. കേരളത്തിന് നിർണായകമായ കോഫി പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ്, റബ്ബർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങിയ 6 ബില്ലുകളാകും സമ്മേളനത്തിൽ അവതരിപ്പിക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന്റെ ബഡ്ജറ്റും അവതരിപ്പിക്കുന്നുണ്ട്. 1934 എയർക്രാഫ്റ്റ് ആക്ടിന് പകരം ഭാരതീയ വായുധാൻ വിധേയക്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നിയമത്തിന് പകരമായി ബോയിലേഴ്സ് ബിൽ എന്നിവയും അവതരിപ്പിക്കും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഇന്നലെ ചേർന്നിട്ടുണ്ടായിരുന്നു. തുടർച്ചയായി 7ാമത്തെ ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. കേരളമേറെ പ്രതീക്ഷയിലാണ് ഈ ബഡ്ജറ്റ് കാത്തിരിക്കുന്നത്. പൈതൃക വിനോദസഞ്ചാര മേഖലയിൽ വലിയ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടായേക്കുമെന്നതാണ് സൂചന.